വലം നഅസിക തർഫത ഐൻ, ഒരിക്കൽ പോലും ഞങ്ങൾ നിനക്ക് എതിര് ചെയ്തിട്ടില്ലല്ലോ അല്ലാഹുവേ. എന്നിട്ട് ഇപ്പൊ അടുത്ത് നീ സൃഷ്ടിപ്പ് നൽകിയ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾക്ക് മുമ്പ് നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ലേ അല്ലാഹ് എന്ന് മലക്കുകൾ പരാതിപ്പെട്ടപ്പോ അല്ലാഹു തആല പറഞ്ഞു, മലക്കുകളെ, ഇന്നമാ ഖലഖ്തുകും ലിഇബാദതി, നിങ്ങളെ ഞാൻ പടച്ചത് ഇബാദത്തിനും തസ്ബീഹി വ ദിക്രി, എന്റെ തസ്ബീഹിനും എന്റെ ദിക്റിനുമാണ്. ഞാൻ അതിൽ നിങ്ങൾക്ക് ലദ്ദത്ത് തന്നിട്ടുണ്ട്, ആനന്ദം തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ സുഖം തന്നിട്ടില്ലല്ലോ, പാനീയത്തിൽ സുഖം തന്നിട്ടില്ലല്ലോ, വേറെ ഒന്നിലും നിങ്ങൾക്ക് രസം തന്നിട്ടില്ലല്ലോ. അതേ സമയത്ത് ഞാൻ ഭൂമിയെ സംവിധാനിച്ചത് അങ്ങനെയല്ല. ഭൂമിയിൽ ഞാൻ അലങ്കാരം നൽകിയിട്ടുണ്ട്, വികാര വിചാരങ്ങൾ നൽകിയിട്ടുണ്ട്, ആനന്ദങ്ങൾ സുഖങ്ങൾ നൽകിയിട്ടുണ്ട്, ദോഷങ്ങൾ നൽകിയിട്ടുണ്ട്, നിഷിദ്ധങ്ങൾ നൽകിയിട്ടുണ്ട്. വഇന്നഹു ഇജ്തനബ ദാലിക കുല്ലഹു മിൻ അജ്ലി, എന്റെ ഈ അടിമ ആ സുഖങ്ങൾ മുഴുവനും വർജിച്ച്, ആ രസങ്ങൾ മുഴുവനും വിട്ട്, ആ നിഷിദ്ധങ്ങളൊക്കെ കൈവച്ചത് എന്റെ കാരണത്തിന് വേണ്ടിയല്ലേ. വആസറ ഹവായ അലാ ഹവാ, എന്റെ ഇഷ്ടം മൂപ്പരെ ഇഷ്ടത്തെക്കാൾ, മഹാനവറുകളുടെ ഇഷ്ടത്തെക്കാൾ തെരഞ്ഞെടുത്തു. വരിളായ വമഹബ്ബതി അലാ റിളാഹു വമഹബ്ബതി, എന്റെ തൃപ്തിയും എന്റെ സ്നേഹവുമാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഫമൻ അറാദ മിൻകും മൻ യദ്ഖുല മദ്ഖല ഇദ്രീസ്, ഇദ്രീസ് നബി അലൈഹിസ്സലാം പ്രവേശിച്ചതുപോലെ പ്രവേശിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഇദ്രീസ് നബി ചെയ്ത ഇബാദത്ത് പോലെ ഇബാദത്ത് എടുത്തോ. അതാണ് ഇനി അതിനുള്ള പോംവഴി. ഞാൻ എന്റെ ഒരു അടിമയെ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതിന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ, നിങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി. കാരണം നിങ്ങളെ ഞാൻ ഇവിടെ സൃഷ്ടിച്ച് സംവിധാനിച്ചപ്പോ നിങ്ങൾക്ക് ഒരു നിലക്കും ഭക്ഷണത്തിന്റെ രുചിയും ആസ്വാദനവും തന്നിട്ടില്ല. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കും, എന്തെല്ലാം ആസ്വാദനങ്ങൾ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും. ഇതൊക്കെ നോക്കി ക്ലിയർ ആക്കണം, റെഡിയാക്കണം. അതിന്റെ ഇടയിൽ ഇബാദത്തൊന്നും പോകാതെ സൂക്ഷിക്കുകയും വേണം. അങ്ങനൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് എല്ലാം ത്യജിച്ച് എന്റെ പൊരുത്തവും എന്റെ സ്നേഹവും ഈ അടിമ നേടിയെടുത്തു എന്ന കാരണം മുൻനിർത്തിയാണ് ഞാൻ ഈ സ്വർഗപ്രവേശനം കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ. എന്നിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യട്ടെ. ഫഇൻ അമില മിസ്ല ഇദ്രീസ ഉദ്ഖിലുഹു മദ്ഖല ഇദ്രീസ്, ഇദ്രീസ് നബി ചെയ്തതുപോലെ ഇബാദത്തും ചെയ്താൽ ഞാൻ അങ്ങനെ പ്രവേശനം കൊടുക്കും. അതേ സമയത്ത് വഇൻ ഗയ്യറ, ഇവിടെ ആ വാക്കൊക്കെ പറഞ്ഞ് ഭൂമിയിലെത്തിയിട്ട് മാറിയാൽ, ഔ ബദ്ദല മാറ്റം വരുത്തിയാൽ, ഇസ്തൗജബ മദ്ഖല ളാലിമീൻ, അക്രമകാരികളൊക്കെ പോയി കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോണ്ടി വരും. അതുകൊണ്ട് വേണ്ടത് സെലക്ട് ചെയ്തോളൂ എന്ന് മലക്കുകളോട്, പരാതിപ്പെട്ട മലക്കുകളോട്. അപ്പൊ മലക്കുകള് കൂട്ടത്തിൽ കുറെ മലക്കുകൾ പറഞ്ഞു, റബ്ബുന ലാ നത്ലുബു സവാബൻ, ഞങ്ങൾ ഒരു സവാബ് പ്രത്യേകം തേടുന്നില്ല. വലാ തുസീബുനാ ബി ഇഖാബിൻ, ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യരുത്. ഞങ്ങള് നീ പറഞ്ഞ് പൊരുത്തപ്പെട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ 3 മലക്കുകൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഹാറൂത്ത് വമാറൂത്ത് വമലക്കുൻ ആഖർ, ഹാറൂത്തും മാറൂത്ത്. നമ്മൾ ഖുർആൻ അൽ ബഖറയിൽ ഇങ്ങനെ ഹാറൂത്ത് മാറൂത്ത് ഇങ്ങനെ ഓതലുണ്ട്. എന്താ സംഗതി ഇങ്ങനെ ആലോചിക്കലുണ്ട് അല്ലെ. ആ ഹാറൂത്തും മാറൂത്തും വേറൊരു മലക്കും 3 ആൾക്കാർ പറഞ്ഞു, അവർ അള്ളാഹുവിൽ പൊരുത്തപ്പെട്ട ആൾക്കാർ തന്നെ. ഞങ്ങൾ അള്ളാഹുവേ ആ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഇബാദത്ത് പോലെ ഇബാദത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് നീ ആ ഒരു പ്രവേശനം തരണമെന്ന് 3 മലക്കുകൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, എന്നാൽ നിങ്ങളോടൊരു പ്രത്യേക സന്ദേശം പറയാണ്. നിങ്ങൾ ഏതായാലും പോകാൻ ഒരുങ്ങി നിൽക്കല്ലേ. അമ്മാ ഇദ ജതമഅതും അലാ ഹാദാ, ഈ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഫലം ചെയ്യുമെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 4 വിഷയങ്ങൾ നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യുന്നു. ആ 4 എണ്ണവും എന്റെ അടുക്കൽ മഹാ ദുരന്തങ്ങളാണ്.
നാലും സംഭവിക്കുന്നത് സൂക്ഷിക്കണം. അല്ലാത്തതൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നേക്കും. വഇൻ അമിൽതുമൂഹാ ലം അഗ്ഫിർ ലക്കും. ആ 4 എണ്ണം ചെയ്താ ഞാൻ നിങ്ങൾക്ക് പൊറുക്കൂല. അവര് ചോദിച്ചു അതെന്താണ്? ഒന്നാമതായി അല്ലാ തഅ്ബുദൂ സ്വനമാ, നിങ്ങളൊരു സ്വനമിനെയും ആരാധിക്കരുത്. ഒരു സ്വനമിനെയും നിങ്ങൾ ഇബാദത്തെടുക്കരുത്. ഒരു വിഗ്രഹത്തെയും നിങ്ങൾ ആരാധിക്കരുത്. വലാ തസ്ഫകൂ ദമാ, രണ്ടാമതായി രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്. മൂന്നാമതായി വലാ തശ്റബൂ ഖംറാ, ഖംർ കുടിക്കരുത്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. മദ്യപാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മലക്കുകളോട് അല്ലാഹു തആല കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ മൂന്നാമത്തത് വന്നത്. എത്ര വലിയ ദുഃഖമുണ്ടെന്നറിയൂ. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പ്രത്യേകിച്ചും പറയട്ടെ, ഒരിക്കലും മക്കൾ എത്ര നല്ല വെള്ളപൂശിയ മക്കളാണെങ്കിലും സ്വസ്ഥമായി സ്വതന്ത്രമായി അവർക്ക് അവരെ കൂട്ടത്തിൽ കുടുംബത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരെ നോക്കേണ്ട ഒരു ചുമതലയും വകുപ്പൊന്നും എത്താത്തൊരാളെ കയ്യിലും നിങ്ങൾ കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ചെയ്യരുത്, അബദ്ധമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ മതി, വീണ് കിട്ടിയാൽ മതി. അത്തരത്തിൽ കുടുംബക്കാരുമായിട്ട് ഒരു താഴേക്കിടയിൽ ബാധ്യതപ്പെടാതെ ജീവിക്കുന്ന ആളുകളെ ഒരിക്കലും ടൂറിലേക്ക് അയക്കരുത്. ടൂർ പരിപാടിക്ക് അയക്കരുത്. അനുഭവം കൊണ്ടാ പറയുന്നത്. ഞാൻ ആ കഥ വിശദീകരിക്കുന്നില്ല, സമയം പോകുമെന്ന് കരുതിയിട്ട്. അത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെയും ഒരു ടൂറിലേക്ക് അയക്കരുത്. സിയാറത്തിന് വിട്ടോളൂ. അതും ബന്ധപ്പെട്ട ബാധ്യതപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ. ഒരിക്കലും അടിച്ചുപൊളിയായ ടൂറുണ്ടല്ലോ, യഥേഷ്ടം സല്ലപിക്കാനും സുഖിക്കാനും സുന്ദരികളെ കണ്ടെത്താനും പറ്റിയത്, അത് ഏത് സി മാർക്കിന്റെ പേരിലാണെങ്കിലും ഡി മാർക്കിന്റെ പേരിലാണെങ്കിലും വിട്ടുകൂടാ. ആലിമായ ബാപ്പാന്റെയും ആലിമായ ബാപ്പാക്ക് ജനിച്ച നല്ല ഇഖ്ലാസുള്ള ഉമ്മാന്റെയും മകൻ അത്തരത്തിൽ 1, 2, 3 ടൂറിൽ പോയ കാരണം നാട്ടിൽ മഹാകുടിയനായ സംഭവം ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. അതൊരു സി മാർക്കല്ലേ ഡി മാർക്കല്ലേ എന്ന് പറഞ്ഞാണ് വിട്ടുകൊടുക്കരുത്. മാർക്കിന്റെ പ്രശ്നത്തിൽ എന്തു അനുവദനീയെന്നാ അങ്ങനെ ആരോ പഠിപ്പിച്ചിട്ടുണ്ടോ? മാർക്കിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഉടുതുണി അഴിച്ചുകൊണ്ട് ഓടാനും പെൺകുട്ടികൾക്ക് സി മാർക്കാണ് വിഷയം. 14 വയസ്സുള്ള കുട്ടി ട്രാക്കിലൂടെ ഓടി. ഇതിന്റെ പേരെനിക്കറിയില്ലേ, സിദ്റത്തുൽ മുൻതഹ. അങ്ങനെ പേര് കേട്ടാ ഒതുടുത്തേ തൊടാൻ തോന്നുള്ളൂ. ആ ചിത്രം കൊടുത്താൽ മുസ്ലിമിന്റെ മനസ്സിലേക്ക് എത്ര വിഷമം തറക്കുന്ന ആലോചിച്ചു നോക്ക്. രക്ഷിതാക്കൾക്ക് വേണ്ടത് സി മാർക്കാണ്. അത്രേ നാ പഠിപ്പിച്ചൂടെ കുട്ടികളെ? സി മാർക്കിന്റെ അപ്പുറം മാർക്ക് കിട്ടും. അതിനോ ഒരിക്കല്ല. ചുളിവിലൂടെ എന്ത് കിട്ടി? വെറുതെ ഹലാലും ശരി ഹറാമാനും ശരി. പഠിപ്പിക്കാനും ട്യൂഷൻ കൊടുക്കാനും ഒരാളെ ശമ്പളത്തിന് ഇതൊക്കെ പണം മുടക്കുന്ന പരിപാടിയിലൊന്നും പാകൂല. എന്നാൽ ഒന്നും പഠിപ്പിച്ചാൻ പറ്റിയ ഒരു ഉസ്താദ് ഉണ്ട്, ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ നിങ്ങളെ മോളെ ഏൽപ്പിച്ചോളൂ. എന്നാൽ രാത്രിയോ പകലെ ഏതെങ്കിലും സമയം അതിപ്പോ ഞാൻ അതിന് വേറെ ശമ്പളം കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ അതാ ചിന്തിക്കാം. ഇപ്പുറത്ത് 10,000 കൊടുത്ത് 4 ദിവസം 5 ദിവസം പോയി വരുമ്പോ ഒരു വക്ത് നിസ്കാരമല്ല. കാണാത്ത ദുരന്തങ്ങളും ദുരിതങ്ങളും ഇല്ല, അനുഭവിക്കാത്ത വിഷയങ്ങളില്ല. അത്രയും അധികം വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ എല്ലാം തെറിച്ചു വരുന്ന രൂപത്തിലായിട്ട് സഹോദരന്മാരെ പിന്നെ ഇവിടുന്ന് പിടിച്ചു കിട്ടാനാ. നമ്മളിൽ നിന്നൊരു ചാൻസ് അവർക്ക് കിട്ടിയാൽ അവരെങ്ങനെ വെച്ചു കൂട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ സമയത്തുമുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം, തല കൊടുത്ത് ശരിക്കും ചിന്തിക്കണം. എന്റെ ദർസിൽ പഠിച്ചിരുന്ന കുട്ടി ബി.എഡിന് പഠിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ കോളേജിൽ നിന്ന് ടൂർ പോകണ്ട്, അവരൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ അതിന് പോയാൽ എന്താ കിട്ടുക? അപ്പൊ പറഞ്ഞു, പോയിട്ട് കുറെ എങ്ങനെ എഴുതി വന്നാല് സി മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, കുട്ടി ഒരു കാര്യം ചെയ്തോ, കുട്ടി ഒരു 10-50 രൂപ എന്റെ ചെലവുണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നിലമ്പൂരൊന്ന് പോയിക്കോളൂ. വലിയ ഒരു അത്ഭുതമുള്ള ഒരു തേക്ക് അവിടെ ഉണ്ട്. അങ്ങനെ ശരിക്കും കണ്ട അതൊക്കെ ഒന്ന് ഇങ്ങനെ എഴുതിക്കോളൂ. ഒന്ന് വയനാട്ടിലേക്കൊന്ന് പോയിക്കോളൂ, ആ വളവൊക്കെ ഒന്ന് കണ്ട് അതിന്റെ ട്രാക്കൊക്കെ ഒന്ന് കണ്ട് അതും ഒന്ന് എഴുതിക്കോളൂ. ആ ഭൂമിയുടെ കിടപ്പും കാര്യങ്ങളും വിശദമായിട്ട് എഴുതി. നിങ്ങളുടെ ദൃഷ്ടിയിൽ എഴുതാനും അത്ഭുതപ്പെടാനും പറ്റിയ കാഴ്ചകളും കാര്യങ്ങളും എഴുതാന്നല്ലേ. അതിനിപ്പോ ഈ വിവാഹിതരായ സ്ത്രീകൾ അതിലുണ്ട്, 2 കുട്ടികളുള്ളവരുണ്ട്, 1 കുട്ടിയുള്ളവരുണ്ട്, കുട്ടിയാകാൻ കാത്തു കഴിയുന്നവരുണ്ട്. ഇവരോടൊക്കെ കൂടി 3-4 ദിവസം എല്ലാ ഹറാമും ഹലാൽ, എല്ലാ ഹലാലും ഹറാം എന്ന അർത്ഥത്തിലുള്ള ഈ പോക്കിന് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് അങ്ങോട്ട് വിടൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ അവർ നിർബന്ധം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം, അത്തരത്തിൽ വരുന്ന ഏത് വിഷയങ്ങളെയും നമ്മൾ കാണേണ്ടതുപോലെ കാണും.
നമ്മളെ സമൂഹത്തെ കുത്തഴിക്കുക എന്നൊരു സ്വഭാവം അതിന്റെ പിന്നിലുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റൂല. ഇല്ലാത്തതും ഒരു പക്ഷേ ഉണ്ടാകാം, അത് സ്വാഗതാർഹമായിരിക്കും. പക്ഷേ ഇങ്ങനെ നടക്കുന്നതും സഹോദരിമാരോട് പറയട്ടെ, ഫാമിലി ടൂർ എന്ന തരത്തിൽ ഒരു ടൂർ നടക്കാറുണ്ട് ചില സ്ഥലത്തൊക്കെ. ഇവിടത്തിന്റെ ഹാൽ എനിക്കറിയില്ല, ഇവിടെ അങ്ങനെ ഇല്ലാതിരിക്കുണ്ടാകൂല, ഇല്ലാത്ത സാഹചര്യം ഉണ്ട് ചില സ്ഥലത്തൊക്കെ. എന്താ പരിപാടി അറിയങ്ങള്? അതിൽ ഒരു പുരുഷൻ 10-40 സ്ത്രീകൾ, അല്ലെങ്കിൽ 2-3 പുരുഷന്മാർ. ഈ 3 പുരുഷന്മാരിൽ കാണാൻ പറ്റിയ ഒരു പെണ്ണും അതിലില്ല. അവർക്ക് കാണാൻ പറ്റിയത്, കാരണം അവരെ പെണ്ണുങ്ങളെയും അവരെ ബന്ധുക്കളെയും അവരത് കേട്ടിട്ടില്ല. എന്നിട്ട് ദീർഘദൂര സ്ഥലങ്ങളിലേക്ക്, കാഴ്ച സ്ഥലങ്ങളിലേക്ക് പോകുന്നു. യഥേഷ്ടം കൊഞ്ചിക്കുഴഞ്ഞ് വേണ്ടതുപോലെ സുഖിച്ച് കാണേണ്ടതൊക്കെ കണ്ട് ഉല്ലസിക്കേണ്ടതൊക്കെ ഉല്ലസിച്ച് തിരിച്ചു വരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു, അതും കടുത്ത തെറ്റാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വലാ തശ്റബൂ ഖംറാ, മലക്കുകളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഭൂമിയിലേക്കാ പോകുന്നത്, ഭൂമിയിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് കള്ളു കുടിക്കരുത്, മദ്യപാനം അരുത്, വലാ തതഊ മുഹറമാ, നിഷിദ്ധമായ ഒരു സുഖം നിങ്ങൾ സുഖിക്കരുത്. ഇത് 4 നിങ്ങൾ ശ്രദ്ധിക്കണം. ആ നിർദ്ദേശം കേട്ടിട്ട് അവര് ഭൂമിയിലേക്ക് ഇറങ്ങി. അവര് ഭൂമിയിൽ കുറച്ചു കാലം അങ്ങനെ താമസിച്ചു. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഭൂമിയിൽ എങ്ങനെയാ ജീവിച്ചത്? മഹാനവറുകൾ ഒരാഴ്ചക്കാലം ഒരേ രൂപത്തിലല്ല. ഇദ്രീസ് നബിന്റെ ജീവിതം എങ്ങനെ? 4 ദിവസം, ആഴ്ചയിൽ 4 ദിവസം മഹാനവറുകൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കും, വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കും. 3 ദിവസം യുഅല്ലിമുന്നാസൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കും. വയദഊനഹും ഇലാ ഇബാദത്തില്ലാഹി വതആതിഹി, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്കും അല്ലാഹുവിന്റെ വിശ്വാസത്തിലേക്കും അവരെ ക്ഷണിക്കും. 3 ദിവസം 3 ദിവസം മുഅല്ലിമുൽ ഖൈറാൻ. 4 ദിവസം മഹാനവറുകൾ ഇങ്ങനെ ഒരു സയ്യാഹാൻ, ചുറ്റി സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ പരിശോധിച്ചറിഞ്ഞ് പല വിഷയങ്ങളൊക്കെ ഒന്നറിഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോന്നും കണ്ടറിഞ്ഞുകൊണ്ട് വരും. അങ്ങനെ അവരും ജീവിച്ചു. ഒരു സുഹ്റത്ത് എന്ന പെണ്ണിനെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. വകാനത്ത് മിൻ അജ്മലിൻ നിസാ, അന്നത്തെ സൗന്ദര്യവതിയായ പെണ്ണ്. ആ പെണ്ണിലേക്ക് അവരൊരു നോട്ടം നോക്കി. ഇഫ്തതനൂ ബിഹാ, ആ നോട്ടം അവരെ തെറ്റിച്ചു. വീണ്ടും വീണ്ടും നോട്ടങ്ങൾ ആവർത്തിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു അവരോട് പറഞ്ഞിട്ടില്ലേ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കണം? മുന്നോട്ട് വെച്ചത് അവർ പലരും മറന്നുപോയി. ആ പെണ്ണിന്റെ ശരീരം അവരാവശ്യപ്പെട്ടു. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷേ വലാകിൻ ലീ സൗജ്, എനിക്കൊരു ഇണയുണ്ട്. ആ ഇണ എന്റെ കൂടെ ഉണ്ടാകലോടുകൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് സൗകര്യപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സൗകര്യപ്പെടുത്തി തരണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയണം. ഇപ്പൊ അടുത്ത് വിഷം കലർത്തിയിട്ട് കുടുംബത്തിൽ കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയ വേറൊരു കഥ ഉണ്ടായല്ലോ, നിങ്ങളൊക്കെ വായിച്ചില്ലേ? അതിന്റെ മറ്റൊരു പതിപ്പാന്ന് കൂട്ടിയാൽ മതി. എന്തെല്ലാമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ കുടുങ്ങിയവരുണ്ടെങ്കിൽ അവരൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതൊക്കെ ജീവിതത്തിന്റെ താളം തെറ്റുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലണം. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്തു. അത് പറ്റൂലട്ടോ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച 2ാമത്തെ വിഷയം എന്താണെന്നറിയോ? രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത് എന്നാണ്. 4 നിർദ്ദേശം വെച്ച് 2ാമത്തെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത്. അതുകൊണ്ട് അത് പാടില്ല. നിഷിദ്ധമായ ഒരു സുഖം നമ്മൾ സുഖിക്കരുത് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ? 4ാമത്തെ അതല്ലേ? നമ്മൾ ഈ പെണ്ണിൽ ഉദ്ദേശിക്കുന്ന അതല്ലേ? പക്ഷെ അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ഇതൊക്കെ ചെയ്യാം, പിന്നെ അങ്ങ് തൗബ ചെയ്താൽ മതി. നമ്മളിതൊക്കെ ചെയ്യാം, പിന്നെ അങ്ങോട്ട് തൗബ ചെയ്തിട്ട് അങ്ങോട്ട് നന്നാകാൻ. അപ്പൊ അതിൽ 3ാമത്തെ ആൾക്ക് സത്യത്തിൽ ഇത് വിഷയം പാളിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അല്ലാഹുവിലേക്ക്, ആ മലക്ക് അല്ലാഹുവിലേക്ക് മടങ്ങി. റബ്ബേ, എന്നെ നീ ഉയർത്തിത്തരണം. അല്ലാഹു ആ ചോദിച്ച 3ാമത്തെ ആളെ, ഹാറൂത്തും മാറൂത്തും അല്ലാത്ത ആളെ അല്ലാഹു ഉയർത്തി. അയാള് രക്ഷപ്പെട്ടു. ഹാറൂത്തും മാറൂത്തും അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ ആ പെണ്ണിനോടുള്ള താല്പര്യം കാരണം ഭർത്താവിനെ അവർ കൊന്നുകളഞ്ഞു. രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത് എന്ന കൽപ്പന അവർ ലംഘിച്ചു. ഭൂമിയുടെ കിടപ്പങ്ങനല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയത്തിലുണ്ട്. ഭൂമിയിൽ ഈ വിധം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും
അതിലേക്കൊന്നും പോകാത്ത, ആ പരിസരങ്ങളിലേക്കൊന്നും വാസനിക്കാതെ ഉണ്ടാക്കിയെടുത്ത അമലാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അമല്. അതാണ് അള്ളാഹു ഈ മലക്കുകളോട് പറഞ്ഞിരുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അമല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. അത് ചെറിയൊരു കഴിവൊന്നുമല്ല, വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പൊ ഭർത്താവിനെ കൊന്നപ്പോൾ അവര് വീണ്ടും ആ പെണ്ണിനെ സമീപിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ലീ സ്വനമുൻ അഅ്ബുദുഹു, ഞാൻ ആരാധിക്കുന്ന ഒരു സ്വനം എനിക്കുണ്ട്. വഅന അക്റഹു മഅസിയതഹു വഖിലാഫഹു, അതിനോട് എതിര് ചെയ്യുന്നത് എനിക്ക് വെറുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഫഇൻ അറത്തുമാ ഫസ്ജുദാ ലഹു സജ്ദതൻ വാഹിദ, നിങ്ങൾ ഒരു സുജൂദ് അതിന് ചെയ്യണം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ആ ഫിത്തിന അതിലേക്കും അവരെ ക്ഷണിച്ചു വരുത്തി. പക്ഷെ രണ്ടാളല്ലേ, ഒരാൾ മറ്റാളോട് പറഞ്ഞു രക്തം ചൊരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ കൽപ്പന മറക്കാൻ പറ്റുമോ? അവർ പരസ്പരം അല്ലാഹു തആല ആ കൊടുത്ത ആ കരാർ അവരിലൂടെ അവരെ തന്നെ വീണ്ടും വായിപ്പിക്കുകയാണ്. നിഷിദ്ധമായത് സുഖിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാൻ പോകല്ലേ, അത് ശരിയല്ലല്ലോ. മറ്റാള് പറഞ്ഞു തൗബ ചെയ്താക്ക് റെഡിയാകും, പ്രശ്നമൊന്നുമല്ല, തൗബ അതിനൊക്കെ പരിഹാരല്ലേ എന്ന് പറഞ്ഞു. അവരാ സ്വനമിന് സുജൂദ് ചെയ്തു. പെണ്ണിനെ അവര് വീണ്ടും ഉദ്ദേശിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഖദ് ബഖിയത്ലി ഹാജത്തുൻ ഉഖ്റാ, എനിക്ക് മറ്റൊരാവശ്യം കൂടി ശേഷിക്കുന്നുണ്ട്. എന്താണത്? പറയൂ. ലീ ശറാബുൻ ലാ യതീബു ലീ മിനൽ ഐശി ഇല്ലാ ബിഹി, എനിക്കൊരു പാനീയം കിട്ടേണ്ടതുണ്ട്. ആ പാനീയമില്ലാതെ എന്റെ ജീവിതത്തിന് എനിക്ക് സുഖമില്ല. റബ്ബിന്റെ പരീക്ഷണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാനീയം എനിക്ക് കിട്ടേണ്ടതുണ്ട്. അവർ ചോദിച്ചത് ഏതാണ്? അൽ ഖംറു, ഖംർ എനിക്ക് കിട്ടണം. അപ്പോൾ ഖംർ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചുകൊണ്ട് അത് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചപ്പോൾ കുടിക്കാൻ പാടില്ലല്ലോ, അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടല്ലോ. അപ്പൊ മറ്റേയാള് പറഞ്ഞു, നമ്മളോട് രക്തം ചൊരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് നിഷിദ്ധമായത് സുഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മൊത്തം നമുക്കൊന്ന് തൗബ ചെയ്യാനുണ്ട്. അവര് ഖംറും കുടിച്ചു. വീണ്ടും ആ പെണ്ണിനെ ഉദ്ദേശിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഖദ് ബഖിയത്ലി ഹാജത്തുൻ ഉഖ്റാ, മറ്റൊരാവശ്യം കൂടി എനിക്ക് ശേഷിക്കുന്നുണ്ട്. അതെന്താണ്? തുഅല്ലിമാനിൽ കലാം അല്ലദീ തഅറുജാനി ബിഹി ഇലസ്സമാ, മുകളിലേക്ക് വാനലോകത്തേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ, ആകാശാരോഹണം നടത്താൻ നിങ്ങളെ ഭാഗത്ത് ഒരു ഭാഷയും ഒരു കലാമും ഇല്ലേ? അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ലാസ്റ്റ് പോയിന്റാണ്. അതവര് പഠിപ്പിച്ചു കൊടുത്തു. ആ പെണ്ണത് സംസാരിച്ചപ്പോൾ ആ പെണ്ണിനെ ആകാശത്തിലേക്ക് ഉയരാൻ പറ്റി. പക്ഷേ ആകാശലോകത്തെത്തുമ്പോഴേക്ക് മുസിഖത്ത് നജ്മാ, ഒരു നക്ഷത്രമായി അതിനെ തരം മറിക്കപ്പെട്ടു. അതാണ് സുഹ്റത്ത്. സുഹ്റത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം, അതിന്റെ കോലം മറിക്കപ്പെട്ടു. നല്ല സൗന്ദര്യമുള്ളതിനെ മറ്റു രൂപമാക്കി മറിക്കപ്പെട്ടു, കോലം മാറ്റപ്പെട്ടു. ഇവ രണ്ടുപേരും ഈ പരീക്ഷണത്തിൽ ഇങ്ങനെ കുടുങ്ങിയപ്പോൾ അവർ ചിന്തിച്ചു, ഇനി നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. നമ്മള് കരഞ്ഞു പിടിച്ച് എല്ലാവിധ പരീക്ഷണവും നമ്മൾ കിട്ടിപ്പോയി, സഹിച്ചുപോയി. നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ലംഘിച്ചു. ഇനി നമ്മൾ ആകാശത്തിന്റെ കവാടം തുറപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിനോട് പ്രത്യേകമായി നിർദ്ദേശം പറഞ്ഞ് താണ് കേണപേക്ഷിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അവരെങ്ങനെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണ് തൗബയിലും ഇസ്തിഗ്ഫാറിലും വിശ്വാസം ഊട്ടിയുറപ്പിക്കലും കൂടി നിരന്തരമായി ഇബ്തിഹാലിൽ അള്ളാഹുവിലേക്ക് അങ്ങ് മുറിഞ്ഞു വീണ് കേണപേക്ഷിച്ചപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, ഹല്ലാലൈക്കുമാ സുഖ്തി, എന്റെ ദേഷ്യം നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്, എന്റെ ക്രോധം നിങ്ങളെ മേൽ നിർബന്ധമായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മലക്കുകളെ കൂടെ താമസിച്ചിരുന്നില്ലേ? അതെന്റെ ത്വാഅത്തിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടിയിരുന്നില്ലേ? പിന്നെ നിങ്ങൾ ഭൂമിയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എല്ലാവിധ ധിക്കാരവും ചെയ്തല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻശിഅ്തുമാ അദാബദ് ദുനിയാ വഇൻശിഅ്തുമാ അദാബൽ ആഖിറ, ഒന്നുകിൽ ദുനിയാവിലെ ശിക്ഷ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആഖിറത്തിലെ ശിക്ഷ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. അപ്പോൾ ആ രണ്ടുപേരും മനസ്സിലാക്കി, ദുനിയാവിലെ ശിക്ഷ എത്ര
എത്ര നീണ്ടുപോയാലും അതിനൊരു അവസാനമുണ്ടല്ലോ. ആഖിറത്തിലെ ശിക്ഷക്ക് ലൈസ ലഹു സവാൽ, അതിനൊരു അവസാനമില്ലല്ലോ, നീക്കുപോക്കില്ലല്ലോ. അവർ ദുനിയാവിൽ അദാബ് തെരഞ്ഞെടുത്തു. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഫഹുമാ ബിബാബിൽ, അവർ ബാബിലോണിലുണ്ട്, മുഅല്ലഖൈനി മൻകൂസൈനി മുഖറനൈനി ഇലാ യൗമിൽ ഖിയാമ, രണ്ടുപേരും കോലം മറിക്കപ്പെട്ട രൂപത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഖിയാമത്ത് നാൾ വരെ. സുബ്ഹാന ജല്ല ജലാലുഹു, മലക്കുകളോട് അള്ളാഹു കൊടുത്ത നിർദ്ദേശം ഭൂമി ലോകത്തേക്ക് എത്തിയപ്പോഴേക്ക് അതിന്റെ പാടുമാറി. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മക്കാനൻ അലിയ, ഉന്നതമായ സ്ഥാനം കിട്ടിയപ്പോൾ ആ സ്ഥാനത്തെ പറ്റി അവരും ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത നിർദ്ദേശമാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ റിഫഅത്തിലാണ്, ഉയർച്ചയിലാണുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം വഫാത്താകാതെ ഉയർത്തപ്പെട്ടതുപോലെ ഇദ്രീസ് നബിയെയും അങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായും തൊഴിലിന്റെ മേഖല, വിദ്യാഭ്യാസത്തിന്റെ മേഖല, അതേ രൂപത്തിൽ ഇബാദത്തിന്റെ മേഖല, ഈ മൂന്ന് മേഖലകളും ശ്രദ്ധിച്ച് മഹാനവർകൾ അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുത്തതുപോലെ നമ്മളും അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അതിന് സബബായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.